കുളിക്കാൻ നേരം വൈകിയോണ്ട് തന്നെ ഫുഡ് കഴിക്കാനും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ബാബു ഇന്നെ കാത്തു നിന്നാണ്ട് ഭയങ്കരമായിട്ട് വിശന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. ഉച്ചക്ക് ചോറിന് നല്ല കുമ്പളങ്ങ തേങ്ങ അരച്ചതും പയറുപ്പേരും മുട്ട പൊരിച്ചതൊക്കെ എന്താ കറി ഉണ്ടായിരുന്നത്. ബാബു പിന്നെ ഇരുന്നപ്പോൾ തന്നെ മൂപ്പരാൾ കാലാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. നേരെ ഒരു 1 മണി 2 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് നല്ല സിൽമണ്ട് കണ്ടാട്ടോ ചോറ് തന്നത്. ചോറിന്റെ കൂടെ നമ്മളെ മുരിങ്ങൻ്റെ ഇല താളിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഓരോന്നായിട്ട് സൈഡിക്ക് ഇങ്ങനെ ഭംഗിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റിങ്ങിന്റെ ആ ഒരു മൈൻഡിലായതുകൊണ്ട് തന്നെ നേരം പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് നല്ല കുശാലായിരുന്നു കേട്ടോ. ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ബാബുവിനെ നോക്കിയപ്പോഴാണ് ബാബു അച്ചാറിന്റെ ഉള്ളിൽ തലയിട്ടിരിക്കാണ്ട്. ബാബുവിന് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പോയിങ്ങാണ്ട് കൊടുന്ന അച്ചാറാണ് കേട്ടോ. അച്ചാറാണെങ്കിൽ തൊള്ളേക്ക് വെക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലിട്ടാ. പുറത്ത് നിൽക്കാനേ വയ്യ. ഞാൻ വിചാരിച്ചു ഒന്ന് ഉറങ്ങാമെന്ന്. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ പോയി നോക്കിയപ്പോഴാണെങ്കിലോ കറണ്ടും ഇല്ല.